ജസ്റ്റ് എ മിനിറ്റ്. മേ കം ഇൻ സർ? കം ഇൻ. എന്താണോ ഇത്? സോറി സാർ, കോഫി. ഒരടി കിട്ടിയതേ ഉള്ളൂ നേരത്തെ. ഞാൻ കഥ ഓർക്കാൻ പോയതല്ലേ, അപ്പോഴേക്കും എന്തിനാ ഈ കമിൻ എന്ന് പറയാൻ പോയത്? വെള്ളടിച്ച് മേ ഐ കമിൻ എന്ന് ചോദിച്ചാൽ പിന്നെ അതല്ലേ പറയാ. സാർ, ഷവറിൻ്റെ നോസിലല്ലേ തലയിൽ വീണത്, ബക്കറ്റിന്ന് കള്ളത്തരല്ലേ പറഞ്ഞത്? അല്ല സാറേ, ഈ ഷവറിന്റെ നോസ് ലൂസ് ആണെന്ന് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? അത് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോഴേക്കും ഞാൻ കുറെ കുളിച്ചിട്ടുള്ളതാ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അതിനുശേഷം ലങ്കോട്ടിയെ പറ്റി സംസാരിച്ചു. അതിനുശേഷവും ഞാൻ പറയാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. 1008 എക്സ്ക്യൂസ് പറഞ്ഞാൽ മതിയല്ലോ നീ. അതിനൊന്നും ഒരു കുറവുമില്ല. സാർ, ഭയങ്കരമായിട്ട് വീങ്ങിയിട്ടുണ്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല. വീങ്ങിയ പ്രശ്നമല്ല, ചോര വന്നാലാ പ്രശ്നം. അതെന്താ? കാരണം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവാ, വളരെ റേറാ. ഞാൻ O പോസിറ്റീവാ സാർ. ഞാൻ ഓ, നിങ്ങളും ഓയാണോ? AB നെഗറ്റീവ് എന്നല്ലേ പറഞ്ഞേ? ഞാൻ AB നെഗറ്റീവ്, നിങ്ങൾ O. ആ O അല്ല ഞാൻ. ഓ, ഇപ്പോൾ മനസ്സിലായി, കൺഫ്യൂഷൻ ആയതാ. ഫോൺ. ഹലോ, ഹായ് അണി, അരസ. അതെ അതെ അതെ, ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഫ്ലഡാ, കാറ്റും മഴയും. ഇവിടെ ട്രെയിനും ഫ്ലൈറ്റ്സും ഒക്കെ ക്യാൻസലാ. ഞാൻ എന്ത് ചെയ്യാനാ, ഫോൺ എൻ്റെ അടുത്ത് അല്ലായിരുന്നു. അത് അത് കാറ്റല്ല, അത് പില്ലോ. ഇറ്റ്സ് എ ഫെലോ. ഇല്ല, ഇറ്റ്സ് എ ഫെലോ വിത്ത് പില്ലോ. ഇതിലും ഭേദം പുറത്തെ കാറ്റാ. ഞാൻ പുറത്തേക്ക് വരെ, ഒരു മിനിറ്റ്. ഇത് നൈസ് ജെന്റിൽമാൻ. ഇവിടെ മീറ്റ് ചെയ്തൊരു ഫ്രണ്ടാ. ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക എന്നെ. എന്ത് പറഞ്ഞാലും ഒരു ചോദ്യമുണ്ട്, ഒരു സജഷനും ഉണ്ട്. എന്നെ സഹായിച്ചു കൊല്ലുമെന്ന് തോന്നുന്നു അയാൾ പെരുമാറ്റം കണ്ടു. ഹലോ ഹലോ, നീ ലാൻഡ് ലൈനിൽ വിളിക്കുമോ? ഞാൻ നമ്പർ തരാം, ഒരു മിനിറ്റ്. ഇത് ഗോഡ് ഫോർ സേക്ക് ഹോട്ടലാ. ഹലോ, ഈ ഡോറൊന്ന് തുറക്കോ? ഓപ്പൺ ദ ഡോർ പ്ലീസ്. ഒന്നും പറയണ്ട, ഇറ്റ്സ് എ റിയൽ ജോക്കർ. റമ്മി ജോക്കർ അല്ല, റിയൽ ജോക്കർ. അയ്യോ, നീയും അയാളെ പോലെ തന്നെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അയ്യോ സാർ, സാർ, എന്തായാലും നന്നായി. ഒന്ന് നീന്തിട്ട് വാ. എന്താ മിസ്റ്റർ, ജീവൻ പോകുന്ന സമയത്തെങ്കിലും മലയാളത്തിൽ പറഞ്ഞു. എനിക്ക് നീന്താൻ അറിയില്ല. അങ്ങനെ വഴിക്ക് വാ. ഇത് പിടിച്ചിട്ട് നീന്തി വാ. വല്ലവന് പില്ലോ ആയുധം. സോറി സാർ, എനിക്ക് വിഷമമുണ്ട്. എന്തിനാ ഞാൻ ചാവാത്തേനോ? അങ്ങനെ ഒന്നുമില്ല. നിങ്ങളൊരു കാര്യം ഓർത്തേ, 5 സ്റ്റാർ ഹോട്ടൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കില്ലായിരുന്നോ? കിട്ടിയിരുന്നെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലായിരിക്കും നമ്മൾ താമസിക്കുക. അവിടെ നിന്ന് ഒരു നല്ല കാര്യം സംസാരിക്കാൻ അറിയില്ലേ? അങ്ങനെയല്ല, സോറി സാർ. അത് പ്ലഗിലിടണ്ട, കാരണം അതിൻ്റെ മൈക്രോ പ്രൊസസർ നനഞ്ഞിട്ടുണ്ടാകും. പെട്രോൾ പമ്പിൽ അത് ഓൺ ചെയ്യാൻ പാടില്ല എന്ന് ബോർഡ് വെച്ചിട്ടില്ലേ? സർ, നിങ്ങൾക്ക് എല്ലാം അറിയാം, എനിക്കൊന്നും അറിയില്ല. അങ്ങനെയല്ല. ലെറ്റ് മീ ഡു മൈ വർക്ക് മാൻ. ശരി, നടക്കട്ടെ. എല്ലാത്തിനും ഒരു ഒപ്പീനിയൻ, ഒരു സജഷൻ. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ? എപ്പോൾ നോക്കിയാലും ഒരു അഡ്വൈസ്. സാർ, എനിക്ക് ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണോ? എത്ര കാലമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നത്, എത്ര തവണ ചാർജ് ചെയ്തിട്ടുണ്ട്? അത് പിന്നെ സംസാരിക്കണ്ട, ചിരിക്കണ്ട. ഇതൊക്കെ സംഭവിക്കും ചിലപ്പോ. ഹലോ, റിസപ്ഷൻ. I want to make a very urgent call to Chennai, please. Sorry, sir, no STD. No STD? Trunk call? No. Messaging? No, sir. Email? No, sir. Telegram? No. Then how? Pura? Pura. What Pura? Pardon? Very funny. Thank you. Hello. ഞാനും നിങ്ങളും കിഴവനായിട്ട് ചെന്നൈയിൽ എത്താൻ പോകുന്നുള്ളൂ. ഇപ്പോഴും എനിക്ക് സമാധാനമായത്. തമാശക്ക് സംസാരിക്കുന്നുണ്ടല്ലോ, ചിരിക്കാൻ അറിയില്ലേ? ഒന്ന് ചിരിക്കേ. ഈ ഹോട്ടലിൽ വരുന്നവരൊക്കെ ഭാര്യ ഭർത്തക്കന്മാരായിരിക്കുന്ന തോന്നുന്നത്. ഒറ്റപ്പെടല്ലേ ഇട്ടിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ നിങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത്. സാർ, അങ്ങനെ ചെയ്യാൻ പറഞ്ഞല്ല സാർ. സാറിന് എവിടെ കിടക്കണം എന്ന് പറഞ്ഞാൽ? ഇല്ലല്ലോ, ഞാൻ താഴെ കിടന്നോളാം. കാരണം എനിക്ക് ബാക്ക് പ്രോബ്ലം, സ്പൈനല് ഡിസ്ക് സ്ലിപ്പ്, ആക്സിഡന്റ് പറ്റിയതാ. അതുകൊണ്ട് എപ്പോഴും നിലത്താ കിടക്കാം. സാർ, are you okay? Yeah. Are you sure? Are you okay? ഇല്ല, okay. Okay then. Good night, Mr. Shivam. Unbelievable. എന്ത്? അല്ല, ഈ ഒരു ഇടിയും മഴയും കാറ്റും അതെല്ലാം ഒറീസിൽ സാധാരണ എല്ലാ വർഷവും വരും. വർഷാവർഷം ചെന്നൈയിൽ വീശെന്ന് പറഞ്ഞിട്ട് ആന്ധ്രയിൽ ഒറീസിൽ പോയി വീശും. ഇവിടെ വലിയ തിരമാലയൊക്കെ വരും, സുനാമിയൊക്കെ വരും. സുനാമി എന്ന് പറഞ്ഞാൽ സാറിന് എന്താണെന്നറിയില്ലേ? സുനാമി എനിക്ക് എന്താണെന്നറിയാം സാർ. എന്താണെന്ന് പറയും? അതൊക്കെ വലിയ തിരമാലയല്ലേ? വെരി ഗുഡ്. തിരമാലയല്ല, മലയാ. സാർ, നിങ്ങൾ US പോയിട്ടുള്ളതല്ലേ? ലിബർട്ടി സ്റ്റാച്യൂവിൻ്റെ ഹൈറ്റ് എത്രയെന്ന് അറിയോ?
300 feet. യാ വെരി ഗുഡ്. ഇതെന്താ എല്ലാത്തിനും വെരി ഗുഡ്? എന്താ എക്സാമിനേഷൻ ആണോ അത്? ഇല്ല സാർ, ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ. 300 അടി എന്നല്ലേ പറഞ്ഞത് ലിബർട്ടി സ്റ്റാച്ചുവിന്? ഇവിടെ 250 അടി ഹൈറ്റുള്ള തിരമാല വരും. ഒറീസയിലോ? അതെ സാർ, പറഞ്ഞു കേട്ടതാ. ഇമ്പോസിബിൾ. എനിക്കറിയില്ല, എന്നാൽ 50 അടി വരും ധനുഷ്കോടിയിൽ. സാർ, അത് ഓവർ എക്സാജറേഷൻ ആയിട്ട് തോന്നിയില്ലേ? ഇല്ലില്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ അച്ഛനെ അങ്ങനെ ഒരു തിരമാലയാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയെന്ന് വെച്ചാൽ? കൊണ്ടുപോയെന്ന് വെച്ചാൽ അങ്ങ് കൊണ്ടുപോയി. ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായിരുന്നു. തിരമാല വരുമ്പോൾ ഫോട്ടോ എടുക്കടാ, നന്നായിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. ഫോട്ടോ നന്നായിരുന്നു, തിരമാല നന്നായിരുന്നു. പക്ഷെ അച്ഛൻ പോയി. പോയിന്ന് പറഞ്ഞാൽ? ബോഡി കിട്ടിയില്ല. അപ്പം പോയി എന്നല്ലേ അർത്ഥം. ഐ എം സോറി മിസ്റ്റർ ശിവം.